ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ മാതാവ് ഈശോയുടെ അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിലേക്ക് നമ്മെ സാദരം ക്ഷണിക്കുകയാണ്. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സംഭവം സുവിശേഷം വിവരിച്ചു തരുന്നുണ്ട്. യാക്കോബിൻ്റെ സഹോദരൻ്റെ അമ്മ ഈശോയുടെ അടുക്കൽ വന്നിട്ട് അവിടുന്ന് മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ ഇടതും വലതും ഇരിക്കുവാനുള്ള ഭാഗ്യം തൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് ഈശോയോട് ആവശ്യപ്പെടുമ്പോൾ ഈശോ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭൗമിക രാജ്യത്ത് ജീവിക്കുന്നവരാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊതിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തോ വലതുഭാഗത്തോ ഇരിക്കാനുള്ള യോഗ്യത ഞാനല്ല, സ്വർഗീയപിതാവാണ് കൽപ്പിച്ചു നൽകുന്നതെന്ന് ഈശോ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇത് വചനം പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ മറ്റ് 10 പേർക്ക് അമർഷം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആരും ഈ അമർഷത്തെ കണക്കിലെടുത്തുകൊണ്ട് കണക്കാക്കി തിരിച്ചു പോവുകയല്ല. ഈശോ മറ്റൊന്നുകൂടി ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ പറ്റുമോ? അവർ പറയുന്നു തീർച്ചയായും. എന്താ പാനപാത്രമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു വച്ചത് അവിടത്തെക്കുറിച്ചുള്ള തീഷ്ണതയിൽ രക്തസാക്ഷിത്വത്തിൽ പങ്കുചേരാൻ, രക്തസാക്ഷികളായി മരണമടയുവാൻ ഈശോ അവരെ ക്ഷണിക്കുകയായിരുന്നു. പാനപാത്രം രക്തം ചിന്തലാണ്. അതെ, നമ്മളെ ഓരോരുത്തരെയും ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ളൊരു രക്തച്ചൊരിച്ചിലോ അങ്ങനെയോ എങ്ങനെയാണോ നമുക്ക് സംഭവിക്കുക ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ജീവിതം നമ്മൾ ഹോമിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആകയാൽ മഹത് വ്യക്തി എന്ന് പറയാം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആ മരണത്തോടനുബന്ധിച്ച് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ സ്വന്തം മകൻ പറഞ്ഞത് തന്നെ, ഞങ്ങളുടെ ഈ ഓട്ടം അത് ക്രൈസ്തവ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രഖ്യാപനം. അവിടുന്ന് നമ്മളോടൊത്ത് നമ്മൾ ഓരോരുത്തരെയും തൻ്റെ സാമ്രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവമാണ്. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന നമുക്ക് എപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.